ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരുന്ന നമ്മൾ പറയാറുണ്ട് ഒരു സ്ത്രീക്ക് മൊത്തം റീപ്രൊഡക്റ്റീവ് പീരീഡിലോ അല്ലെങ്കിൽ പോസ്റ്റ് മെനോപോസൽ ടൈമിലോ ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഇല്ലാതെ ഒരു സ്ത്രീയും ഉണ്ടാവില്ല. അതായത് വെള്ളപോക്ക് അഥവാ അസ്ഥിയുരുക്കം എന്ന് പറയുന്ന ടെർമിനോളജി ഈസ് റോങ്, കംപ്ലീറ്റ്ലി റോങ്. അസ്ഥി ഉരുക്കിയിട്ട് ഒരിക്കലും വെജനിലൂടെ വരുന്നില്ല. അസ്ഥിയും അല്ലെങ്കിൽ യൂട്രസും വെജനയും തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. ഇപ്പോൾ ഈ ലുക്കോറിയ അഥവാ വൈറ്റ് ഡിസ്ചാർജ് പെർ വെജനം അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥയാണ്. ചിലപ്പോൾ ഇൻഫെക്റ്റഡ് ആയി വരാറുണ്ട്, ചിലപ്പം ഫിസിയോളജിക്കലായിരിക്കാം. ഫിസിയോളജിക്കൽ ലുക്കോറിയ ഡസ് നോട്ട് റിക്വയർ എനി ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അത് നമ്മൾ ഫിസിയോളജിക്കൽ ടൈമിൽ അല്ല പ്രഗ്നൻസി ടൈമിൽ കുറച്ച് കൂടുതൽ അതേപോലെ തന്നെ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടാവും. അതിന് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ മാത്രം മോസ്റ്റ് കോമൺലി അത് ഒരുപാട് സ്പെക്ട്രം ഓഫ് ഡിസീസ് തന്നെ അതിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനത് കഴിയില്ലെങ്കിലും നമുക്ക് എന്താണ് അതിലെ സിൻഡ്രോമിക് അപ്രോച്ച് എന്ന് പറയും. അത് എന്താണ്, ഏത് ഓർഗൻസാണ് അത് കോസ് ചെയ്യുന്നത്. ഇപ്പോൾ മോസ്റ്റ് കോമൺലി അത് കാൻഡിഡിയാസിസ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലമീഡിയ ഇൻഫെക്ഷൻ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഇൻഫെക്ഷൻ ആണെങ്കിൽ നമ്മളത് ഒരു വെജനൽ സ്വാബ്, ഹൈ വെജനൽ സ്വാബ് എടുത്ത് അതിൻ്റെ ടെസ്റ്റിന് അയച്ച് ഇത് കാൻഡിഡയാണോ അതല്ലെങ്കിൽ ക്ലമീഡിയ ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഫെക്ഷൻ ആണോ നോക്കിയിട്ട് അതിൻ്റെ സിൻഡ്രോമിക് അപ്രോച്ച് അതിനനുസരിച്ചുള്ള അതിനുള്ള ആൻറ്റിബയോട്ടിക് ആയാലും ആൻറ്റി ഫംഗൽ ആയാലും അത് ലോക്കലി ആയാലും വെജനൽ സപ്പോസിറ്ററി വഴിയും അതേപോലെ ഓറൽ ട്രീറ്റ്മെൻറ്റ് വഴിയും നമുക്കത് പെർമനൻ്റ് ആയിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കാം. പിന്നെ ചില മാറാത്ത ലുക്കോറിയകൾ സർവിക്കൽ ഇറോഷൻസും സർവിക്കൽ അൾസേഴ്സും ഉണ്ട്. അതിൻ്റേതായത് ക്രയോയും അതേപോലെ തന്നെ കോട്ടറൈസേഷനും അല്ലെങ്കിൽ കൊണൈസേഷനും അങ്ങനെ കുറേ സർജിക്കൽ പ്രൊസീജിയേഴ്സും ഇതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാവുന്നതാണ്. പക്ഷേ ഫിസിയോളജിക്കൽ വൈറ്റ് ഡിസ്ചാർജിന് നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല.